ഹായ് മക്കളെ, നമസ്കാരം. നമ്മുടെ അടിസ്ഥാന പാഠാവലി എല്ലാവരും നിർബന്ധമായിട്ട് പഠിക്കുന്ന മലയാളം ടെക്സ്റ്റ് ബുക്കിലെ അടിസ്ഥാന പാഠാവലിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ ചിത്രകാരി എന്ന പാഠഭാഗം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, യൂട്യൂബിനകത്തും നമ്മുടെ ആപ്ലിക്കേഷനകത്തും ക്ലാസ് എടുത്തിട്ടുണ്ട്. അത്രയും മണിക്കൂറുകളൊന്നും ചെലവഴിക്കാതെ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് പരീക്ഷയുടെ മുമ്പ് ഒരൊറ്റ നോട്ടത്തിൽ 10-15 മിനിറ്റിനുള്ളിൽ ആ പാഠഭാഗം സെറ്റാക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. ഇതിനകത്ത് പാഠസംഗ്രഹം നമ്മൾ പഠിക്കുന്നത്, ചോദ്യോത്തരങ്ങൾ നമ്മൾ പഠിക്കുന്നത്, അത് മതി പരീക്ഷയ്ക്ക്. പക്ഷേ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട മക്കൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ടെക്സ്റ്റ് ബുക്ക് പാഠഭാഗം ഒരു തവണ വായിച്ചിരിക്കണം. അല്ലെങ്കിൽ ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം, വായിച്ചിരിക്കണം. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നില്ല, ഈ പാഠഭാഗം മറക്കാൻ പോകുന്നില്ല. അല്ലേ? സ്ത്രീകൾ സമൂഹത്തിൽ അനുഭവിക്കുന്ന അസ്വാതന്ത്ര്യങ്ങളെക്കുറിച്ചും കഴിവുണ്ടായിട്ടും തങ്ങളുടെ കഴിവുകളെ കൃത്യമായിട്ട് സമൂഹ മധ്യത്തിൽ തന്നെ പ്രദർശിപ്പിക്കാനോ അല്ലെങ്കിൽ കൊണ്ടുവരാനോ അവതരിപ്പിക്കാനോ പ്രകടിപ്പിക്കാനോ കഴിയാതെ വരുന്ന സ്ത്രീ ജനതയുടെ പ്രതീകമായിട്ടുള്ള ഒരു കഥാപാത്രത്തെ, ഫിസ എന്ന് പറയുന്ന കഥാപാത്രത്തെ ചെറുകഥയിലൂടെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു ഷാഹിന എന്ന എഴുത്തുകാരി. നമുക്ക് ആ പാഠഭാഗവും അതിൻ്റെ സംഗ്രഹവും അതിൻ്റെ ചോദ്യോത്തരങ്ങളും എന്ത് ചെയ്യാം, ഈ കുറഞ്ഞ സമയം കൊണ്ട് സെറ്റാക്കാം. എല്ലാ മക്കൾക്കും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. റെഡിയല്ലേ? ഓക്കെ, നോക്കുക. ചിത്രകാരി ഷാഹിന ഇ.കെ. കേരളത്തിൽ നിന്നുള്ള ഒരു ഇന്ത്യൻ സമകാലിക ചെറുകഥാകൃത്താണ് ഷാഹിന. കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലാണ് അവർ ജനിച്ചത്. ഹയർ സെക്കൻഡറി അധ്യാപികയാണ്. ഫാൻറ്റം ബാത്ത്, അനന്തപത്മനാഭൻ്റെ മരക്കുതിരകൾ, പുതുമഴ, ചൂടുള്ള ചുംബനങ്ങൾ എന്നിവ അവരുടെ കൃതികളാണ്, സമാഹാരങ്ങളാണ്. ഓക്കെ, എന്തായിരുന്നു കഥയുടെ ആമുഖം നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കാം. ചിത്രകാരി എന്ന കഥ യാഥാസ്ഥിതിക കുടുംബ ബന്ധങ്ങൾക്കിടയിൽ സ്വത്വബോധം സ്ഥാപിക്കാനാവാതെ നിസ്സഹായപ്പെട്ടു പോകുന്ന സർഗാത്മക മനസ്സുള്ള സ്ത്രീകളുടെ ജീവിതമാണ് ആവിഷ്കരിക്കുന്നത്. യാഥാസ്ഥിതിക കുടുംബങ്ങൾക്കിടയിൽ പെൺകുട്ടികളായാൽ കൂടുതൽ പഠിക്കണ്ട, പെൺകുട്ടികൾ അടുക്കളയിലെ ജോലികൾ ചെയ്യാൻ മാത്രമുള്ളവരാണ്, പെൺകുട്ടികൾ കുഞ്ഞുങ്ങളെ പ്രസവിക്കാനും അവരെ സംരക്ഷിക്കാനും മാത്രമുള്ളവരാണ് എന്ന് പഴയകാലം മുതലേ വിശ്വസിച്ചു പോരുന്ന കുറേ വിഭാഗം ആളുകൾ ഇപ്പോഴും ഉണ്ട്. അത്തരം കുടുംബങ്ങൾക്കുള്ളിൽ തങ്ങളുടെ കഴിവിനെ പുറത്തെടുക്കാൻ കഴിയാതെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരുപാട് സ്ത്രീജനങ്ങളുണ്ട്. അവരുടെ ജീവിതമാണ് എന്ത് ചെയ്യുന്നത്, ആവിഷ്കരിക്കുന്നത്. ചിത്രകാരി എന്ന കഥ യാഥാസ്ഥിതിക കുടുംബ ബന്ധങ്ങൾക്കിടയിൽ സ്വത്വബോധം സ്ഥാപിക്കാനാവാതെ നിസ്സഹായപ്പെട്ടു പോകുന്ന സർഗാത്മക മനസ്സുള്ള സ്ത്രീകളുടെ ജീവിതമാണ് ആവിഷ്കരിക്കുന്നത്. എപ്പോഴാണ്? വിവാഹിതയാകുന്നതോടെ തൻ്റെ എല്ലാ കഴിവുകളെയും ആഗ്രഹങ്ങളെയും മറന്നു കളയേണ്ടി വരുന്ന സ്ത്രീകളുടെ പ്രതിനിധിയാണ് ഫിസ എന്ന പെൺകുട്ടി. വിവാഹിതയാകുന്നതോടെ തൻ്റെ എല്ലാ കഴിവുകളെയും ആഗ്രഹങ്ങളെയും മറന്നു കളയേണ്ടി വരുന്ന സ്ത്രീകളുടെ പ്രതിനിധിയാണ് ഫിസ എന്ന പെൺകുട്ടി. ഓർമ്മയിൽ വെക്കുക, വിവാഹം കഴിക്കുന്നതോട് കൂടിയിട്ട് തൻ്റെ കഴിവുകളെ, തൻ്റെ ആഗ്രഹങ്ങളെ എല്ലാം എന്തെയാണ്, ഒരു കുഴിയിലിട്ട് മൂടേണ്ടി വരികയാണ് പലപ്പോഴും പല പെൺകുട്ടികൾക്കും ചെയ്യേണ്ടി വരുന്നത്. ദൈവം തൊട്ട കൈവിരലുകൾ എന്ന് മറ്റുള്ളവരാൽ പുകഴ്ത്തപ്പെട്ട ചിത്രകാരിയായ ഫിസ കുടുംബത്തിലെയും ഭർത്താവിൻ്റെയും പുരുഷാധിപത്യ തീരുമാനത്തിൽ ചിത്രകല എന്ന തൻ്റെ കഴിവിനെ ഉപേക്ഷിക്കുന്നിടത്ത് കഥ അവസാനിക്കുന്നു. ഇത് കഥയെക്കുറിച്ചുള്ള രത്നച്ചുരുക്കമാണ്. പാഠസംഗ്രഹത്തിലേക്ക് നമുക്ക് വരാം. വിവാഹത്തിന് മുമ്പും നമ്മുടെ കഥാനായിക ഫിസ നല്ലൊരു ചിത്രകാരിയായിരുന്നു. ദൈവത്തിൻ്റെ വരദാനമായി നീണ്ട വിരലുകളുള്ള ചിത്രകാരി. വിവാഹം കഴിഞ്ഞതോടെ അവളുടെ ചിത്രരചനക്കുണ്ടായ തടസ്സങ്ങളും അതിൽ മുഴുകുമ്പോഴുണ്ടാകുന്ന ആനന്ദവും, ചിത്രരചന ഒരാൾക്ക് കരസ്ഥമാകുന്നത് ദൈവീകമായ ഒരു ഭാഗ്യമാണെന്നും കലയാണ് മനുഷ്യന് ആശ്വാസമായ ആനന്ദം നൽകുന്നതെന്നുമുള്ള സത്യത്തെ വ്യക്തമാക്കുന്ന ചെറുകഥയാണ് ചിത്രകാരി എന്ന ചെറുകഥ. സെറ്റ് ഓർമ്മിച്ചു വെക്കുക. വിവാഹം കഴിഞ്ഞതോടെ അവളുടെ ചിത്രരചനക്കുണ്ടായ തടസ്സങ്ങളും അതിൽ മുഴുകുമ്പോഴുണ്ടാകുന്ന ആനന്ദവും, ചിത്രരചന ഒരാൾക്ക് കരസ്ഥമാകുന്നത് ദൈവികമായ ഒരു ഭാഗ്യമാണെന്നും കലയാണ് മനുഷ്യന് ആശ്വാസമായ ആനന്ദം നൽകുന്നത് എന്നുമുള്ള സത്യത്തെ വ്യക്തമാക്കുന്ന ചെറുകഥയാണ് ചിത്രകാരി എന്ന ഈ ചെറുകഥ.
ഫിസയാണ് ഇതിലെ ചിത്രകാരി. നമ്മുടെ നായികയുടെ പേരെന്താണ്? ഫിസ എന്നാണ്. ഓർമ്മയിൽ വെച്ചേക്കുക. ഫിസയാണ് ഇതിലെ ചിത്രകാരി. ഫിസയും അവളുടെ ഭർത്താവ് ഹാഫിസും ഹാഫിസിന്റെ ഉമ്മയും അടങ്ങുന്ന കഥാപാത്രങ്ങൾ മാത്രമാണ് കഥയിൽ സജീവമാകുന്നത്. സെറ്റാക്കി വെക്കുക. ഒന്ന് ഫിസയുണ്ട്, അവളുടെ ഭർത്താവുണ്ട്, ഭർത്താവിൻ്റെ ഉമ്മയുണ്ട്. ഈ 3 കഥാപാത്രങ്ങളാണ് കഥയിൽ സജീവമാകുന്നത്. ബാക്കിയുള്ളവരൊക്കെ ഒന്ന് പരാമർശിച്ചു പോകുന്നതേ ഉള്ളൂ. ആരൊക്കെയാണ്? ഫിസയും അവളുടെ ഭർത്താവിൻ്റെ പേര് ഹാഫിസും ഹാഫിസിന്റെ ഉമ്മയും അടങ്ങുന്ന കഥാപാത്രങ്ങൾ മാത്രമാണ് കഥയിൽ സജീവമാകുന്നത്. ചിത്രകലയുടെ മഹാത്മ്യവും ചിത്രം വരയ്ക്കുമ്പോഴുണ്ടാകുന്ന ആനന്ദവും വെളിവാകുന്ന കഥ. വിവാഹം കഴിഞ്ഞ് ഹാഫിസിന്റെ വീട്ടിൽ താമസിക്കുകയാണ് ചിത്രകാരിയായ ഫിസ. കഥയിലേക്ക് പോകുന്നു. ഭർത്തൃ വീട്ടിലെത്തിയിട്ടും ഫിസ ചിത്രങ്ങൾ വരയ്ക്കുമായിരുന്നു. പലപ്പോഴും ആ രചനയിൽ മുഴുകി അവൾ അങ്ങനെ ചിത്രം വരച്ചിരിക്കും. ചിത്രകാരിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഫിസയെ ഹാഫിസ് വിവാഹം കഴിക്കുന്നത്. എന്നാൽ മിക്ക സമയവും ക്യാൻവാസും ചായവും ബ്രഷുമായിരിക്കുന്ന ഫിസയെ സഹിക്കുവാൻ ഭർത്തൃമാതാവ് തയ്യാറായില്ല. എപ്പോഴും ചിത്രം വരച്ചിരിക്കുന്ന ഫിസയെ ഉൾക്കൊള്ളാൻ ഹാഫിസിന്റെ ഉമ്മ തയ്യാറായിട്ടില്ല. ഫിസയുടെ ചിത്രം വര അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അക്കാര്യം അവർ എന്ത് ചെയ്തു? ഫിസയോട് തന്നെ തുറന്നു പറഞ്ഞു. എന്താ പറഞ്ഞത്? അടുപ്പിലെ ജോലി കടല് പോലെയാണ്, പെയിന്റ് അടി പോലെയല്ല അത്. കുടുംബത്തിലെ ആണുങ്ങൾക്ക് വായ്ക്ക് രുചിയായി എന്തെങ്കിലും വെച്ചുണ്ടാക്കി കൊടുക്കണം. അതാണ് പെണ്ണിൻ്റെ പ്രധാന പണി. ഒരു യാഥാസ്ഥിതിക കുടുംബത്തിലെ ഒരു നയം അങ്ങനെ തന്നെയാണ്. കുടുംബത്തിലെ ആണുങ്ങൾക്ക് വല്ലതും വായ്ക്ക് രുചിയായി വെച്ചുണ്ടാക്കി കൊടുക്കലാണ് ആരുടെ ജോലി? ഒരു പെണ്ണിൻ്റെ ജോലി എന്നാണ് ആരുടെ അഭിപ്രായം? ഫിസയുടെ ഉമ്മയുടെ അഭിപ്രായം. ഇല്ലെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും ഇവിടെ ഇരുന്ന് പടം വരയ്ക്കാം. ഫിസയോട് ഉമ്മ പറഞ്ഞു, ഒന്നും തിന്നണ്ട. ഉമ്മയുടെ അഭിപ്രായം ഫിസ കേട്ടു. അവൾ തൽക്കാലത്തേക്ക് പടം വരയ്ക്കുന്നത് അവിടെ നിർത്തി. അടുക്കളയിൽ ഉമ്മയോടൊപ്പം വീട്ടുജോലിയിൽ മുഴുകി. ഭർത്താവിൻ്റെ മാതാവിനൊപ്പം സമാധാനമായി. എന്നാൽ ഒരു കലാകാരിക്ക് അങ്ങനെ അടങ്ങിയിരിക്കാനാവില്ലല്ലോ. ഒരു ദിവസം ഹാഫിസ് നോക്കിയപ്പോൾ കുറച്ചു കാലത്തേക്ക് ഫിസ എന്ത് ചെയ്തില്ല? ചിത്രം വരച്ചില്ല. എന്നാൽ അവളുടെ കഴിവ് എന്ന് പറയുന്നത് അവൾക്ക് ജന്മനാ കിട്ടിയ കഴിവാണ്. ഒരു ദിവസം ഹാഫിസ് നോക്കിയപ്പോൾ ഫിസ ക്യാൻവാസിൽ ചിത്രം വരയ്ക്കുന്നു. ഭർത്താവ് അത് കണ്ടു. ചായ ചോദിച്ചു, തിന്നാൻ പലഹാരം ചോദിച്ചു. ഫിസ അതെല്ലാം കേട്ടെങ്കിലും സന്തോഷത്തോടെ വരയിൽ മുഴുകിക്കൊണ്ടേയിരുന്നു. കാരണം താൻ ചെയ്യേണ്ട ജോലി മുഴുവൻ ചെയ്ത് തീർത്തിട്ടാണ് ചിത്രം വരയിലേക്ക് ആര് വന്നിരിക്കുന്നത്? ഫിസ വന്നിരിക്കുന്നത്. ഫിസ അതെല്ലാം കേട്ടെങ്കിലും സന്തോഷത്തോടെ വരയിൽ മുഴുകി. ദേഷ്യം വന്ന ഭർത്താവ് ബ്രഷ് തട്ടിത്തെറിപ്പിച്ചു. അവളുടെ ചിത്രത്തിൽ ബ്രഷിലെ മഷി തെറിച്ച് രൂപമില്ലാതെ വീണു. ഫിസ ഡൈനിങ് ടേബിളിനടുത്ത് ചെന്നു. ഭർത്താവിന് ഇഷ്ടമുള്ള എല്ലാ പലഹാരങ്ങളും ഉണ്ടാക്കിയതിന് ശേഷമാണ് അവൾ വരയ്ക്കാൻ ആരംഭിച്ചത്. ചായ പകരുന്ന അവളുടെ വിരലുകളിലേക്ക് അയാൾ നോക്കി. അവളുടെ മാസ്റ്റർ പറഞ്ഞ വാക്കുകൾ അയാൾ ഓർത്തു. വരയ്ക്കാൻ ദൈവം നൽകിയ വിരലുകൾ. കയ്യിൽ പറ്റിയ മഞ്ഞച്ചായം നിശബ്ദമായ തേങ്ങലോടെ അവൾ കഴുകി. ഇതായിരുന്നു നമ്മുടെ കഥയുടെ രത്നച്ചുരുക്കം. ഒന്ന് സെറ്റാക്കിയ മക്കൾ എന്ത് ചെയ്യുക? കേട്ടു നോക്കുക. ഇനി ചോദ്യോത്തരത്തിലേക്ക് വരാം. കലാ ആവിഷ്കാരങ്ങളിൽ ഏർപ്പെടുമ്പോൾ ലഭിക്കുന്ന ആഹ്ലാദ അനുഭൂതികൾ ഫിസ എന്ന കഥാപാത്രത്തിന് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? ചർച്ച ചെയ്യുക. കലാ ആവിഷ്കാരങ്ങളിൽ ഏർപ്പെടുമ്പോൾ ലഭിക്കുന്ന ആഹ്ലാദ അനുഭൂതികൾ ഫിസ എന്ന കഥാപാത്രത്തിന് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? ചർച്ച ചെയ്യുക. വിവാഹം സ്ത്രീ ജീവിത സ്വാതന്ത്ര്യത്തിനുമേൽ ഏൽപ്പിക്കുന്ന ചട്ടക്കൂടുകളാണ് ചിത്രകാരി എന്ന പാഠഭാഗത്ത് ആവിഷ്കരിക്കുന്നത്. വിവാഹം സ്ത്രീ ജീവിത സ്വാതന്ത്ര്യത്തിനുമേൽ ഏൽപ്പിക്കുന്ന ചട്ടക്കൂടുകളാണ് ചിത്രകാരി എന്ന പാഠഭാഗത്ത് ആവിഷ്കരിക്കുന്നത്. വിവാഹത്തിനു മുന്നേ ചിത്രം വരയിൽ മികച്ച കലാസൃഷ്ടികൾ രചിച്ച ഫിസയുടെ കൈകളെ ദൈവം തൊട്ട കൈവിരലുകൾ എന്ന് ആർട്ടിസ്റ്റ് മാധവൻ പ്രശംസിച്ചത് വലിയൊരു അംഗീകാരമായിരുന്നു. ഒരു ബിസിനസ്സുകാരനായ ഹാഫിസിന്റെ ഭാര്യാ പദവിയിൽ വന്നതോടെ അവളുടെ ചിത്രം വരയ്ക്ക് അംഗീകാരം ലഭിക്കാതെ പോയി. വരയ്ക്കാൻ തന്നെ ഉള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടു. വല്ലതും വെച്ചുണ്ടാക്കലും കുട്ടികളുടെയും മക്കളുടെയും കാര്യങ്ങൾ നോക്കലും എന്ന തലത്തിൽ സ്ത്രീകളുടെ ജീവിതം കുടുംബത്തിൽ പരിമിതപ്പെടുത്തിയപ്പോൾ തൻ്റെ ചിത്രകല എന്ന കഴിവിനെ പരിപോഷിപ്പിക്കാനോ സന്തോഷം കണ്ടെത്താനോ ഫിസ എന്ന കഥാപാത്രത്തിന് സാധിക്കുന്നില്ല. സെറ്റാണോ? നോക്കുക. വിവാഹം സ്ത്രീ ജീവിത സ്വാതന്ത്ര്യത്തിനുമേൽ ഏൽപ്പിക്കുന്ന ചട്ടക്കൂടുകളാണ് ചിത്രകാരി എന്ന പാഠഭാഗത്ത് ആവിഷ്കരിക്കുന്നത്. വിവാഹത്തിന് മുന്നേ ചിത്രം വരയിൽ മികച്ച കലാസൃഷ്ടികൾ രചിച്ച ഫിസയുടെ കൈകളെ ദൈവം തൊട്ട കൈവിരലുകൾ എന്ന് ആർട്ടിസ്റ്റ് മാധവൻ പ്രശംസിച്ചത് വലിയൊരു അംഗീകാരമായിരുന്നു.
ഒരു ബിസിനസ്സുകാരനായ ഹാഫിസിന്റെ ഭാര്യ പദവിയിൽ വന്നതോടെ അവളുടെ ചിത്രം വരയ്ക്ക് അംഗീകാരം ലഭിക്കാതെ പോയി. വരയ്ക്കാൻ തന്നെയുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടു. വല്ലതും വെച്ചുണ്ടാക്കലും കുട്ടികളുടെയും മക്കളുടെയും കാര്യങ്ങൾ നോക്കുക എന്ന തലത്തിൽ സ്ത്രീകളുടെ ജീവിതം കുടുംബത്തിൽ പരിമിതപ്പെടുത്തിയപ്പോൾ തൻ്റെ ചിത്രകല എന്ന കഴിവിനെ പരിപോഷിപ്പിക്കാനോ സന്തോഷം കണ്ടെത്താനോ ഫിസ എന്ന കഥാപാത്രത്തിന് സാധിക്കുന്നില്ല. സെറ്റാണോ? സെറ്റ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അയാൾ അവളുടെ കൈവിരലുകളിലേക്ക് ആണ്ടു നോക്കി. ദൈവം തൊട്ട കൈവിരലിൽ അപൂർണമായൊരു ചിത്രത്തിൻ്റെ മഞ്ഞ പച്ച ചായങ്ങൾ അപ്പോഴും പറ്റി നിന്നിരുന്നു. നിശബ്ദമായൊരു കരച്ചിലോടെ അവൾ കൈ കഴുകാൻ തുടങ്ങി. ഈ കഥാന്ത്യം നൽകുന്ന സൂചനകൾ എന്തെല്ലാമാണ്? നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക. ചോദ്യം ഓർമ്മയിൽ വെക്കുക. അയാൾ അവളുടെ കൈവിരലുകളിലേക്ക് ആണ്ടു നോക്കി. ദൈവം തൊട്ട കൈവിരലിൽ അപൂർണമായൊരു ചിത്രത്തിൻ്റെ മഞ്ഞ പച്ച ചായങ്ങൾ അപ്പോഴും പറ്റി നിന്നിരുന്നു. നിശബ്ദമായൊരു കരച്ചിലോടെ അവൾ കൈ കഴുകാൻ തുടങ്ങി. ഈ കഥയുടെ അന്ത്യം നൽകുന്ന സൂചനകൾ എന്തെല്ലാമാണ്? നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക. നോക്കുക, E.K. ഷാഹിനയുടെ ചിത്രകാരി എന്ന കഥയിൽ ആണധികാരത്തിനും കുടുംബമെന്ന സ്ഥാപനത്തിനും വിധേയമായി ചുരുങ്ങിപ്പോകുന്ന പെൺ ജീവിതമാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. E.K. ഷാഹിനയുടെ ചിത്രകാരി എന്ന കഥയിൽ ആണധികാരത്തിനും കുടുംബമെന്ന സ്ഥാപനത്തിനും വിധേയമായി ചുരുങ്ങിപ്പോകുന്ന പെൺ ജീവിതമാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ദൈവം തൊട്ട കൈവിരലുകൾ എന്ന അഭിനന്ദനത്തിന് അർഹയായ ചിത്രകാരിയായിരുന്നു ഫിസ. എന്നാൽ വിവാഹത്തെ തുടർന്ന് ചിത്രം വരയ്ക്കാനുള്ള സ്വാതന്ത്ര്യം തന്നെ നിഷേധിക്കപ്പെടുന്നു. വീട്ടിൽ വെച്ചുണ്ടാക്കാനും മക്കളെ നോക്കാനും മാത്രമുള്ളതാണ് സ്ത്രീ ജീവിതം എന്ന കാഴ്ചപ്പാടിൽ കുടുങ്ങി കലാപരമായ കഴിവുള്ള തൻ്റെ ഉള്ളിൽ തന്നെ കുഴിച്ചു മൂടുന്നു. വീട്ടിൽ വെച്ചുണ്ടാക്കാനും മക്കളെ നോക്കാനും മാത്രമുള്ളതാണ് സ്ത്രീ ജീവിതം എന്ന കാഴ്ചപ്പാടിൽ കുടുങ്ങി കലാപരമായ തൻ്റെ കഴിവുകളെ തൻ്റെ ഉള്ളിൽ തന്നെ കുഴിച്ചു മൂടുന്നു. ഒരിക്കലും കുടുംബത്തിൽ അംഗീകരിക്കപ്പെടാനോ പ്രോത്സാഹിക്കപ്പെടാനോ പോകുന്നില്ല. തൻ്റെ കഴിവുകൾ എന്ന് മനസ്സിലാക്കി കുടുംബത്തിന് വേണ്ടി തൻ്റെ കഴിവുകൾ എല്ലാം മൂടിവെച്ച എത്രയോ പെൺ ജീവിതങ്ങളുടെ തുടർച്ചയായി ഫിസയും മാറുന്നു. സെറ്റാണോ? തൻ്റെ കഴിവ് കുടുംബത്തിൽ അംഗീകരിക്കപ്പെടുന്നില്ല, പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പോകുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് എത്രയോ സ്ത്രീകൾ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ കഴിവുകളെ മൂടിവെച്ച് സമാധാനമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നിശബ്ദമായിട്ട് ജീവിക്കുന്നുണ്ട്. സമാധാനം എന്ന് പറയുന്നത് തെറ്റാണ്. അതിനെന്ത് ചെയ്യുന്നു? അങ്ങ് ത്യാഗം ചെയ്യാണ്. അത്തരത്തിലുള്ള കഥാപാത്രങ്ങളുടെ ഒരു പ്രതിനിധിയാണ് നമ്മുടെ ഫിസ എന്ന് പറയുന്ന കഥാപാത്രവും. വെള്ളത്തിൽ കുതിർന്ന ബ്രഷ് പതിയെ കുടഞ്ഞ് അവൾ അപ്പോൾ പറഞ്ഞു, ഞാൻ പണിയൊക്കെ തീർത്തിട്ടാ ഉമ്മ. കല്യാണം ഉറപ്പിക്കാൻ പോവാന്ന് പറയുമ്പോഴും അവള് പറയേ വര നിർത്തൂലാന്ന്. നമ്മുടെ പാഠഭാഗത്ത് 2 സ്ഥലങ്ങളിൽ കൊടുത്ത 2 വാക്യങ്ങളാണ്. മുകളിൽ നൽകിയ കഥാസന്ദർഭങ്ങളും കഥയും വിശകലനം ചെയ്ത് ഫിസ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക. സെറ്റ്. നോക്കുക, ആധുനിക എഴുത്തുകാരിയായ K.E. ഷാഹിനയുടെ സ്ത്രീപക്ഷ കഥയാണ് ചിത്രകാരി. ചിത്രകാരി എന്ന കഥയിലെ ശക്തമായ കഥാപാത്രമാണ് ഫിസ. ചിത്രകാരിയായ ഫിസ ദൈവം തൊട്ട കൈവിരലുകൾ എന്ന പ്രശംസക്ക് അർഹയാകുന്ന വിധം കഴിവുള്ളവളായിരുന്നു. വിവാഹത്തിന് മുന്നേ ധാരാളം ചിത്രങ്ങൾ വരയ്ക്കുകയും ഒരു പ്രശംസക്ക് പാത്രമാവുകയും ചെയ്തിട്ടുള്ളതാണ്. വിവാഹത്തിന് തയ്യാറെടുക്കുമ്പോഴും ചിത്രം വര എന്ന തൻ്റെ കഴിവിനെ നിലനിർത്തണം എന്ന ആഗ്രഹം മാത്രമേ ഫിസ പ്രകടിപ്പിച്ചിരുന്നുള്ളൂ. ഒരു യാഥാസ്ഥിതിക കുടുംബത്തിൽ പെൺ ജീവിതം എത്രത്തോളം ചുരുങ്ങിപ്പോകുമെന്ന് ഫിസയുടെ ജീവിതത്തിലൂടെ കാണാൻ സാധിക്കും. ഒരു യാഥാസ്ഥിതിക കുടുംബത്തിൽ പെൺ ജീവിതം എത്രത്തോളം ചുരുങ്ങിപ്പോകുമെന്ന് ഫിസയുടെ ജീവിതത്തിലൂടെ കാണാൻ സാധിക്കും. ഹാഫിസിൻ്റെ ഭാര്യാ പദവിക്കപ്പുറം തൻ്റെ സ്വപ്നങ്ങൾക്കോ കഴിവുകൾക്കോ യാതൊരു പരിഗണനയും ഇല്ല എന്ന് ഫിസ തിരിച്ചറിയുന്നു. ഹാഫിസിൻ്റെ ഭാര്യാ പദവിക്കപ്പുറം തൻ്റെ സ്വപ്നങ്ങൾക്കോ കഴിവുകൾക്കോ യാതൊരു പരിഗണനയും ഇല്ല എന്ന് ഫിസ തിരിച്ചറിയുന്നു. അടുക്കളപ്പണി തീർക്കലും ആണുങ്ങൾക്ക് രുചിയായി വെച്ചുണ്ടാക്കലും കുട്ടികളുടെ കാര്യങ്ങൾ നോക്കലും മാത്രമാണ് സ്ത്രീകളുടെ ജോലിയെന്ന് ഉമ്മ പറയുന്നിടത്ത് സ്ത്രീ കഴിവുകൾ കുടുംബത്തിൽ ഇല്ലാതായി പോകുന്നതിൻ്റെ സത്യം ഫിസ തിരിച്ചറിയുന്നുണ്ട്. സെറ്റാണല്ലോ. ദെൻ ഭർത്താവ്, ഉമ്മയും മറ്റു ബന്ധുക്കളും ഫിസയുടെ ചിത്രം വരയെ പുച്ഛത്തോടെ മാത്രമേ സമീപിക്കുന്നു. ഇത്തരം സമീപനം തന്നെയാണ് വളരെ കാലത്തേക്ക് ചിത്രം വരയിൽ നിന്നും ഫിസയെ അകറ്റി നിർത്തുന്നതും. ജന്മസിദ്ധമായി ഫിസയ്ക്ക് ലഭ്യമായതാണ് ചിത്രം വര. അതിനാൽ തന്നെയാണ് കുറേ കാലം മാറ്റി നിർത്തിയിട്ടും ഒട്ടും ഭംഗി ചോരാതെ തൻ്റെ ഭാവനകളെ ബ്രഷ് ചലിപ്പിച്ച് ഫിസയ്ക്ക് വരയ്ക്കാൻ സാധിക്കുന്നതും. തൻ്റെ ഭാര്യ ഫിസയുടെ കഴിവുകൾ എത്രത്തോളം ഉണ്ടെന്ന് കൂട്ടുകാരിൽ നിന്ന് അറിയുമ്പോഴും കഴിവുകളെ അംഗീകരിക്കാൻ ഹാഫിസ് തയ്യാറാവുന്നില്ല.
മാത്രമല്ല തൻ്റെതായ കാര്യങ്ങൾ നിർവഹിക്കാൻ മാത്രമുള്ള ഒരു ഭാഗമായി കാണാനേ ഭർത്താവ് ചെയ്യുന്നുള്ളൂ. അംഗീകാരം നൽകുകയോ അഭിനന്ദിക്കുകയോ ചെയ്യുന്നില്ല എന്നതിനപ്പുറം ഒരു അസ്വാസ്ഥ്യമാണ് ഭർത്താവിൽ നിന്ന് ചിത്രം വരയോട് ഫിസയ്ക്ക് നേരിടേണ്ടി വരുന്നത്. സെറ്റ്. ചിത്രകാരിയിലെ ചിത്രങ്ങൾ കഥയുടെ ഭാവതലത്തെ ആവിഷ്കരിക്കുന്നതിന് എത്രത്തോളം പര്യാപ്തമാണ് പരിശോധിക്കുക. ചിത്രകാരി എന്ന പാഠഭാഗത്തിൻ്റെ ഇടയ്ക്ക് 2 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് കഥയെ എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. 2 ചിത്രങ്ങൾ. ഒന്ന് ഒരു കുടില് പോലെയുള്ള വീടിൻ്റെ മുകളിൽ ഇങ്ങനെ ചിത്രം വരയ്ക്കുന്ന ഒരു പെൺകുട്ടി ഇരിക്കുന്ന ചിത്രം. രണ്ടാമത്തത് ഒരു ഹൃദയം പോലെയുള്ള ചിത്രം, അതിന് നടുവിൽ ഒരു പെൺകുട്ടിയുടെ ചിത്രം, ഇങ്ങനെ വേരുകൾ പകരുന്നത്. ഇത്ര ഭംഗി ഉണ്ടാവില്ല ടെക്സ്റ്റ് ബുക്കിനകത്ത്, കുറച്ച് ഭംഗി കുറവായിരിക്കും. ഇത് കുറച്ചുകൂടി ഭംഗിയുള്ളതാണ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ, നോക്കുക. ചിത്രകാരി എന്ന കഥയിൽ 2 ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത്. രണ്ടും കഥയുടെ ഭാവനയുമായി ബന്ധപ്പെട്ടതാണ്. ആദ്യത്തേത് വിവാഹം കഴിഞ്ഞ് അവൾ എത്തിയ ഭവനത്തിലെ സവിശേഷതയെ സൂചിപ്പിക്കുന്നു. ആദ്യത്തെ ചിത്രം വിവാഹം കഴിഞ്ഞ് അവൾ എത്തിയ ഭവനത്തിലെ സവിശേഷതയെ സൂചിപ്പിക്കുന്നു. ഫിസക്ക് ആ ഭവനത്തിൽ നിന്ന് അനുഭവിക്കാൻ ഇടയായ ബുദ്ധിമുട്ടുകളും എന്നാൽ വരയ്ക്കാനുള്ള തൻ്റെ ആവേശവുമാണ് ആ ചിത്രം പ്രതിനിധാനം ചെയ്യുന്നത്. എന്നാൽ രണ്ടാമത്തെ ചിത്രം ഫിസയുടെ ഹൃദയത്തെ സൂചിപ്പിക്കുന്നു. വരയ്ക്കണം അവിടെ ഒരു ഹൃദയത്തിൻ്റെ രൂപത്തിലാണ് ചിത്രം കൊടുത്തിരിക്കുന്നത്. വരയ്ക്കണം എന്നുള്ള ആഗ്രഹം, സ്വന്തം ആഗ്രഹത്തെ ഫിസ മനസ്സിലിട്ട് താലോലിക്കുന്നതാണ് സ്വന്തം രൂപത്തിൻ്റെ ചിത്രം. എന്നാൽ അവിടെ പടർന്നു കയറിയ നിരവധി വേരുകളും ആഗ്രഹങ്ങളെ നശിപ്പിക്കുന്നതാണ്. ഒരുപാട് നിയമങ്ങൾ, സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള വിലക്കുകൾ, ഇതെല്ലാം അവളുടെ ആഗ്രഹങ്ങളെ നശിപ്പിക്കുന്നതാണ്. അതോടെ ഫിസ എന്ന ചിത്രകാരിയുടെ കഥനകഥയും ആ ചിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. വരയ്ക്കാനുള്ള വെമ്പൽ ചിത്രശലഭങ്ങളായി പറക്കുന്നു. അവ പറന്നുപോയാൽ പിന്നെ എങ്ങനെ വരയ്ക്കും? ആ ചിന്തയും ഈ ചിത്രത്തിൽ തെളിയുന്നു. സെറ്റാണല്ലോ മക്കളെ? പാഠഭാഗം നന്നായിട്ട് വായിക്കുക, ചോദ്യോത്തരം നോക്കിക്കൊള്ളുക. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം മക്കളെ? ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മാഷ് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. ഒട്ടും മറക്കാതെ, ഒട്ടും മടി കൂടാതെ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യണം? രേഖപ്പെടുത്തണം. ഓക്കെ, താങ്ക് യു.